ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിന്ന് പുറത്തൊരു വീഡിയോ എടുക്കാൻ പോവാണ്. പുറത്തൊരു വീഡിയോ മീൻസ് വേറെ വീഡിയോ അല്ല കേട്ടോ. നമ്മളുടെ വെസ്റ്റ് സൈഡ് നല്ല സെയിൽ നടക്കുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ചറപറ സുദിയോയും വെസ്റ്റ് സൈഡിൻ്റെയും സെയിലിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ടൗണിലേക്ക് പോകുമ്പോൾ MG റോഡിൻ്റെ അവിടെ ആയിട്ട് ഒരു വെസ്റ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ലുലുവിൽ പോകണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് അതിനകത്തേക്ക് കിടക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി ചുറ്റിയിട്ട് വേണം കയറാൻ. അപ്പോൾ ആ ഒരു ബ്ലോക്ക് ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ടൗണിൽ പോകാമെന്ന്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻസ് എന്നൊക്കെ ഒന്ന് നോക്കാം. വല്ലതും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വല്ലതും എന്താ പറയുക കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡിലെത്തി. ചെന്ന വഴിക്ക് തന്നെ അവിടെ ഒരു 299 ബോർഡ് കണ്ട വഴിക്ക് ഞാൻ അവിടെ സ്റ്റക്ക് ആയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 299 കണ്ടപ്പോൾ ഫ്ലാറ്റ്. അപ്പൊ ഞാൻ തെരഞ്ഞ് എനിക്ക് ആകെ അവിടെ ഇവിടെയൊക്കെ എലി കരണ്ട പോലെയുള്ള ഒരു പാന്റാണ് കിട്ടിയത്. 299 ആണ് അതിന്റെ പ്രൈസ് കണ്ടത്. പിന്നെ എനിക്കൊരു 199 പ്രൈസ് ഉള്ള ഒരു ജീൻസും കിട്ടി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അതിന് 499 എന്ന് പറഞ്ഞിട്ട് ബില്ലടിക്കാൻ സമയത്ത് കേട്ടോ. അപ്പൊ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്തായാലും അരിച്ചു പെറുക്കി നോക്കി നോക്കുകയാണ്. പിന്നെ ടീഷർട്ട്സും വേറെ കുറച്ച് ടോപ്സ്, ടാങ്ക് ടോപ്സ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. ജീൻസ് തന്നെ പരതി ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒരു ജീൻസ് എടുത്ത് കൈ പിടിച്ച് പതുക്കെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അപ്പൊ വെസ്റ്റ് സൈഡിന്റെ കളക്ഷൻസ് പൊതുവെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വെസ്റ്റ് സൈഡിന്റെ ഐറ്റംസ്. എനിക്കും നല്ല ഇഷ്ടം തന്നെയാണ്. എനിക്ക് പലപ്പോഴും നല്ല നല്ല ഡ്രസ്സസ് ഒക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ നല്ല എന്താ പറയുക ഇന്നോവേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ നല്ല നല്ല കുർത്തീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഓടി വന്നത്. അപ്പൊ ഇവിടെ ഡ്രസ്സുകളെല്ലാം തന്നെ 199, 299, പിന്നെ 499, 699, 999, 1499. ഓക്കെ, ഈ ഒരു പ്രൈസിനാണ് ഡ്രസ്സുകളുടെ ഐറ്റംസ് ഉള്ളത്. പിന്നെ ചെരുപ്പുകളും ഓഫറിലുണ്ട്. പക്ഷെ എനിക്ക് അത് അത്ര സെലക്ട് ചെയ്യാൻ പറ്റിയ അത്രയും പ്രോഡക്ട്സ് ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ സെയിൽ തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ടുള്ള എങ്കിൽ പോലും ഒട്ടും കളക്ഷൻ ഇല്ലാതെയായി. കാരണം അടിച്ചു തൂത്ത് വാരിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്രയധികം എല്ലാം സെയിലായി കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു നല്ല ബഡ്ജറ്റ് റേഞ്ചിലെ ജീൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ജീൻസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 499 തൊട്ട് നല്ല അടിപൊളി ജീൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിലും കുറഞ്ഞ റേറ്റിൽ ഉണ്ടോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കൂടുതലായിട്ടുള്ള പ്രൈസിലേക്ക് ഞാൻ അങ്ങനെ പോയില്ല. കാരണം ഒരുപാട് ഐറ്റംസ് വാങ്ങണം എന്നുള്ള ഒരു ഇതിലല്ല, അഫോർഡബിൾ റേഞ്ചിൽ എത്രത്തോളം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ റേറ്റിന് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇന്നത്തെ എന്റെ ടാർഗറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 499 ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതും, എന്നാൽ അവിടെ എത്തിയപ്പോ എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയത് ഈ ബാഗിന്റെ കളക്ഷൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നിനും മര്യാദയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓഫർ എന്ന് വെച്ചാൽ 699 അങ്ങനെ ഒരു റേറ്റിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രോഡക്റ്റിനൊന്നും 699 കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. എല്ലാം എങ്കിൽ പോലും തൂത്ത് പരുതി ഞാൻ നോക്കി. പക്ഷെ ഒന്നുപോലും നല്ല ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അപ്പൊ അത് കാരണം ഞാൻ ബാഗുകളൊക്കെ അവിടെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോരുകയുണ്ടായത്. ആദ്യം കുറച്ചൊക്കെ ഒന്ന് നിരാശപ്പെടുത്തിയെങ്കിലും ഈ ഒരു സെക്ഷനിൽ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഇതാണ് നമ്മൾ ആഗ്രഹിച്ചതും ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നതുമായ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എത്തിയപ്പോൾ 49ന്റെ സെയിലിന്റെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. കുറെ ഇയറിംഗ്സും പിന്നെ അതേപോലെ കുറച്ച് എന്താ പറയുക കൂളിംഗ് ഗ്ലാസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അധികം വേഗം ബാഗിനകത്ത് ഇട്ടു കേട്ടോ. കുറച്ച് എല്ലാം ഇനിയിപ്പോ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ അത് കാരണം ഞാൻ അതെല്ലാം വാരി പെറുക്കി എന്റെ ബാഗിലിട്ടു. ലാസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്ത്, അതായത് എല്ലാം വെച്ചൊക്കെ നോക്കി എന്നിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ ഏതൊക്കെ വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കുട്ടികളുടെ സെക്ഷനിലേക്കാണ്. കുട്ടികളുടെ നല്ല നല്ല ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാവിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കുറേ നോക്കി. ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനൊന്നും ഓഫേഴ്സ് ഒന്നും കണ്ടില്ല കേട്ടോ. ഓഫർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടാണ് പലയിടത്തും ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ ആകെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലും കുറേയൊക്കെ മടക്കാൻ പോയിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ചെരുപ്പുകളൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നോക്കുമ്പോൾ അതൊന്നും വാവയുടെ സൈസിലേക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം തന്നെ ഒരുവിധം തെരഞ്ഞു കഴിഞ്ഞ ഒരു അവസ്ഥയിലായിട്ടുണ്ട് നമ്മളുടെ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇനി പോകുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും നമുക്കുള്ളത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ നമ്മൾ പോയി വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ എന്തെങ്കിലും ഇതിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി വാങ്ങിച്ചോട്ടോ. 299 റുപ്പീസാണ് ഈ ഇതിൽ കാണുന്ന ചെരുപ്പുകൾക്കെല്ലാം തന്നെ. അപ്പോൾ അതിനുള്ള പ്രൈസ് നല്ലതായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടോ.
നെക്സ്റ്റ് നമ്മൾ പോയത് വലിയ ആൾക്കാരുടെ ചെരുപ്പ് നോക്കാനാണ് കേട്ടോ. അവിടെയും ഈ പറഞ്ഞ പോലെ എന്റെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചുള്ളതൊന്നും കിട്ടിയില്ല, എനിക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല എന്നേ ഉള്ളൂ. എങ്കിൽ പോലും കുറച്ചൊക്കെ ഓഫറിലുള്ളതൊക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല എങ്കിൽ പോലും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇന്നോവേഴ്സ് നോക്കാനാണ്. അപ്പൊ എനിക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് അതിലുണ്ടായിരുന്നു, എങ്കിൽ പോലും ഞാനത് അവിടെ നിന്ന് ഇട്ട് നോക്കാനുള്ള ട്രയൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി, അതിനുശേഷം നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറെ നൈറ്റ് വെയേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ ഇന്നോവെയറും നൈറ്റ് വെയേഴ്സും അധികം സെയിൽ ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാ പ്രോഡക്റ്റും നന്നായിട്ട് സെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മേ ബി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ ഈ ബ്രാൻഡഡ് പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസ് ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പം നോർമൽ നമ്മൾ പുറത്തുനിന്ന് നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്നതിനേക്കാളും 1-2 സൈസ് ചെറിയ സൈസ് വേണമായിരിക്കും നല്ല പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ എന്തായാലും വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. ട്രയൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പലരും ട്രയൽ നോക്കാൻ മടിക്കുന്നത് കൊണ്ടും ആയിരിക്കും. ഇപ്പോൾ എന്തായാലും ഇന്നോവേഴ്സും അവിടെ നന്നായിട്ട് ബാക്കി കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരെ പോയത് മോളിലേക്കാണ് കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, കോട്ട് സെറ്റും പിന്നെ അതേപോലെ കുർത്താസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ ഹോം ഡെക്കോസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ പെർഫ്യൂംസിന്റെ കുറച്ചും കൂടിയും കളക്ഷൻസ് മുകളിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ മെൻസ് വെയേഴ്സ് ആണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പൊ ഇത് നല്ല നല്ല പലാസോസ് ഒക്കെ കിടക്കുന്നുണ്ട്, നല്ല നല്ല വലിയ വലിയ പ്രിന്റ്, നല്ല ഫ്ലോറൽ പ്രിന്റ്സ്, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പലാസോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല, അതിനൊക്കെ എല്ലാം തന്നെ 499 ആണ് വരുന്നത്. ഈ മോളിൽ വന്നിട്ട് കൂടുതൽ 499, 699, 999, 1499. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പെർഫ്യൂംസ് ആണെങ്കിലും നല്ല നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ ഹോം ഡെക്കോസും കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ കണ്ടു കേട്ടോ. അപ്പൊ അങ്ങനത്തെയൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കാനൊക്കെ ആവശ്യമുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു അവസരമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ താഴേന്ന് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി നല്ല പെർഫ്യൂംസ് ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് അതൊക്കെ വാരി പെറുക്കി ഇതിലിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് താഴെ പോയി ബില്ലടിക്കുമ്പോൾ അറിയാം ഇനി ഇതിന്റെയൊക്കെ പ്രൈസ് എത്രയാവുമെന്ന്. എങ്കിൽ പോലും ഞാൻ അതൊക്കെ വാരിയെടുത്തതിൽ ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫ്രാഗ്രൻസസ്. അപ്പൊ അത് കാരണം ആണ് ഞാൻ ഇതെല്ലാം കൂടുതലായിട്ട് നിന്ന് സ്മെല് ചെയ്ത് പതുക്കെ പതുക്കെ നോക്കി ഒക്കെയാണ് കേട്ടോ അത് പർച്ചേസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് മെൻസിന്റെ സെക്ഷനിലേക്കാണ്. ഇപ്പൊ ഇവിടെ പ്രൈസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 499, 699, 999, 1499. പിന്നെ 299 വന്നിട്ട് നമുക്ക് ആകെ സ്ലിപ്പേഴ്സ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് മെൻസിനുള്ളത്. മെൻസിന്റെ അവിടെ അങ്ങനെ നമ്മൾ താഴെ കണ്ടതുപോലെ 199 അല്ലെങ്കിൽ 49 ആ ഒരു റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ഒന്നും കണ്ടില്ല. അപ്പൊ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും നമ്മൾ ഇവിടെ കണ്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് ഒന്നും നമ്മൾ ഇവിടെ കണ്ടില്ല കേട്ടോ. അപ്പൊ ഇവിടുന്ന് തന്നെ എനിക്ക് അങ്ങനെ വേറെ ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായാലും ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് വീഡിയോ നമുക്ക് വീടെത്തിയിട്ട് കാണാം. ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മള് വെസ്റ്റ് സൈഡിന്റെ എന്താ പറയാ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ അവിടെ പോയി ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാല് എല്ലാ സാധനങ്ങളും അരിച്ച് പെറുക്കി സെയിലായി പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഒരു 999 അല്ലെങ്കിൽ 699 ആ റേഞ്ചിലുള്ള സാധനങ്ങൾ മാത്രമാണ് കുറച്ച് അവിടെ ബാലൻസ് ഉള്ളൂ. അതല്ലാത്തതായിട്ടുള്ള റേറ്റ് കുറവിനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്ട്സും നന്നായിട്ട് സെയിലായിട്ട് പോയിട്ടുണ്ട്. റേറ്റ് കുറവിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊന്നും തന്നെ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ വാരി കൂട്ടിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് മെയിൻലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ 3 കൂളിംഗ് ഗ്ലാസ് ആണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് 49 റുപ്പീസ് ആണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. 599 ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത് 499 എന്ന് പറഞ്ഞ 49 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് വെച്ച് നോക്കും, ഞാൻ വെച്ച് കാണിക്കാം. ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയണേ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കാണുമെന്നൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം കാണാം. ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ഡ്രസ്സിന്റെ കൂടെയൊക്കെ മാറി മാറി ഇങ്ങനെ ഗ്ലാസ് വെക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ അതിന് എത്രയും 49 റുപ്പീസേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് ഞാൻ വാങ്ങിക്കാനുള്ള ഒരേ ഒരു കാരണം. അതല്ലാതെ ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ അടുത്തത് വന്നിട്ട് സെയിം, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഷേപ്പ് വ്യത്യാസമുണ്ട്, അതല്ലാണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഇത് ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. മറ്റേത് കുറച്ചൊരു ഇതെനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണടയുടെ ഷേപ്പ് ഏതാണ്ട് ഇതേപോലെയാണ്. കണ്ടോ? ഇതാണ് ആകെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല.
വേറെ ഞാൻ 1-2 എടുത്തു, ഇങ്ങനെ ഒരു ടൈഗർ പ്രിന്റ് എടുത്തു, പിന്നെ വേറൊരു സാധനം എടുത്തു. അത് ബില്ലടിക്കാൻ വന്നപ്പോൾ ഓഫർ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അതവിടെ വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സെയിലൊക്കെ നല്ലതാണ്, പക്ഷെ പല പ്രൊഡക്റ്റ്, അതായത് ഓഫർ ഉള്ളത് ഓഫർ ഇല്ലാത്ത ആൾക്കാരെ എടുത്ത് നോക്കിയിട്ടാണോ അങ്ങനെയൊന്നും അറിയില്ല, മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ചിലതിൻ്റെയൊക്കെ സ്റ്റിക്കർ കുറച്ചിങ്ങനെ കീറിപ്പോയിട്ടുണ്ട്. അതായത് ഓഫർ ഉള്ളതിന്മേ അവരിങ്ങനെ സെപ്പറേറ്റ് ഒരു റെഡ് കളറിൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സ്റ്റിക്കറൊക്കെ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട ഒരു ജീൻസൊക്കെ കുത്തിക്കയറ്റിയിട്ട് അത് ഞാൻ എടുത്തത് 199 എന്ന് പറയുന്ന പ്രൈസുള്ള സെക്ഷനിൽ നിന്നാണ്. പക്ഷേ ഡ്രസ്സ് ഇടുന്നിടത്ത് പോയിട്ട് ട്രയൽ റൂമിൻ്റെ അവിടെ പോയിട്ട് പ്രൈസ് ചോദിച്ചപ്പോൾ 299 ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബില്ലടിക്കാൻ ചെന്നപ്പോൾ പറയുന്നത് 499 ആണെന്ന് ഞാൻ അവിടെ വെച്ചു. അതേപോലെ ഈ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് കരുതി ഞാൻ എടുത്തതല്ലാത്ത ഒരു ഐറ്റംസും ഞാൻ എടുത്തില്ല. ആക്ച്വലി നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പറ്റുന്നതാണ്. അതായത് ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബില്ലടിക്കാൻ പോകുമ്പോഴോ ഇതിന് ഓഫർ ഇല്ല എന്ന് കാണും. അപ്പോൾ നമ്മൾ 100 രൂപ 200 രൂപ ഒക്കെ വ്യത്യാസമാണെങ്കിൽ ചിലപ്പോൾ നമ്മളേക്ക് അതങ്ങ് എടുത്തോ എന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ എടുത്തിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ കാഴ്ചപ്പാട് മാറി. ഓഫറിൽ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഓഫറിൽ തന്നെ വാങ്ങിക്കണം, അതല്ലാതെ വാങ്ങിക്കരുത്. പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ സാധനങ്ങൾക്ക് നമുക്കൊരു വില ഉണ്ടാവുമല്ലോ, ഇത്ര വില മതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതെത്തുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. ഇപ്പം അങ്ങനെ ഞാൻ ശീലിച്ചു തുടങ്ങി. അത് കാരണം ഞാൻ ഒരു സാധനം അനാവശ്യമായിട്ട് വാങ്ങിച്ചു കൂട്ടില്ല. ഈ വാങ്ങിക്കുന്നത് തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, ഒന്നും ആവശ്യമില്ല. കാരണം ഈ കൂളിംഗ് ഗ്ലാസ് തന്നെ എനിക്ക് എത്ര കൂളിംഗ് ഗ്ലാസ് ഉണ്ടെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ. എൻ്റെ ഒരു 4-5 കൂളിംഗ് ഗ്ലാസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓഫറിൽ കണ്ടുകൊണ്ട് മാത്രം വാങ്ങിച്ചാണ്. അടുത്തത് വരുന്നത് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്, അതിന് മാച്ചിങ് ആയിട്ട് തോന്നിയ കാരണം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വേറെയും ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഇതിനൊരു ചെറിയൊരു യെല്ലോയിഷ് കളറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ മാറി മാറി വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ്. പ്ലസ് ഇത് 49 റുപ്പീസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുഞ്ഞൊരു ഫ്രാഗ്രൻസ് ആണ്. അതായത് സ്റ്റുഡിയോ വെസ്റ്റിന്റെ. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 195 ആണ്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ 99 റുപ്പീസിന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. ഞാൻ എടുത്ത് ടെസ്റ്റ് അടിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ദേഹത്തടിച്ച് നോക്കിയതൊന്നുമില്ല. പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ പറഞ്ഞ 99 റുപ്പീസിന്റെ അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. വേറെ 2 ഫ്രാഗ്രൻസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബില്ലടിക്കാൻ പോയപ്പോൾ 199 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചവിടെ തന്നെ വെപ്പിച്ചു. ഹായ്, വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഇതിലൊക്കെ വല്ലതുണ്ടോ? ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ വാങ്ങിച്ചത് ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ. ഇതിന് 195 ആവശ്യമില്ല, ഇതിന് 99 തന്നെ ധാരാളം. പിന്നെ ഈ പാക്കേജിങ് ഇതിനൊക്കെ നമ്മളൊരു പ്രൈസ് കൊടുക്കണ്ടേ, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഇടയായിട്ട് ഞാൻ ഈ കമ്മലുണ്ടല്ലോ, ഇത് ഗോൾഡ് ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇയറിങ്സ് വാങ്ങിക്കുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവെന്ന് പറഞ്ഞാൽ 1% വാങ്ങിക്കുന്നുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു പേൾസിന്റെ അങ്ങനെ അധികം അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഓഫറിൽ അധികം കിട്ടാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ. ഓക്കെ, അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം വാങ്ങിച്ചാണ്. ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ പറ്റും. ഓക്കെ, ഈ ഒരു ഷെയ്ഡൊക്കെ കുറച്ചിങ്ങനെ ഇതിൻ്റെ കൂടെ വെക്കുമ്പോൾ കണ്ട ഒരു കളർ ഇതിലേക്ക് കാണും. അപ്പോൾ നമുക്ക് ചില ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു കളേഴ്സിന്റെ ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇത് മാച്ച് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് ഇങ്ങനെ ചെറിയൊരു ഇത്. പിന്നെ ചിലപ്പോൾ ഇതിനൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഇത് ആദ്യം വാങ്ങിച്ചിട്ട് ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതിന് സെറ്റ് ആയിട്ടൊരു മാലയൊക്കെ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ എന്തായാലും സെറ്റ് ആയിട്ട് നമുക്ക് ഇടാലോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ അതേപോലെ ഓഫർ സെയിൽ ഇനിയും നടക്കുന്നുണ്ട്. എത്ര ദിവസമാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പൊ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.